കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന ചിത്രത്തിലൂടെ 2002 മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ് രേണുക മേനോൻ. പിന്നീട് മീരയുടെ ദുഃഖവും, മുത്തുവിന്റെ സ്വപ്നവും, ന്യൂസ്, വർഗം, പതാക തുടങ്ങി ചുരുക്കം ചില സിനിമകളിൽ മാത്രമാണ് രേണുക വേഷമിട്ടിട്ടുള്ളത്. ഇപ്പോഴിതാ പൃഥ്വിരാജിനെക്കുറിച്ച് രേണുക പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാവുന്നത്. വളരെ പക്വതയോടെ സംസാരിക്കുന്ന വ്യക്തിയാണ് പൃഥ്വി എന്നാണ് രേണുക പറയുന്നത്. അധികം സംസാരിക്കാത്തതുകൊണ്ട് തന്നെ പൃഥ്വിയുടെ ആ ക്യാരക്ടറിനെ ജാടയാണെന്ന് പലരും അക്കാലത്ത് തെറ്റിദ്ധരിച്ചിരുന്നുവെന്നും രേണുക പറയുന്നു. ഞാൻ കാണുമ്പോഴും രാജു അധികം സംസാരിക്കാത്ത ആളായിരുന്നു. വളരെ പക്വതയോടെ സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു. ഞാനും സെറ്റിൽ അധികം സംസാരിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ അധികം ഇൻ്ററാക്ഷനുകൾ ഉണ്ടായിട്ടില്ല. പക്ഷേ പലരും അധികം സംസാരിക്കാത്ത രാജുവിൻ്റെ ആ രീതിയെ തെറ്റിദ്ധരിച്ചു, ജാടയാണെന്ന് കരുതിയിട്ടുണ്ട്. തീർച്ചയായും എന്നെയും അങ്ങനെ പറഞ്ഞു കാണും എന്നാണ് രേണുക പറയുന്നത്. പക്ഷേ ഞാനത് അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതിയായിട്ടേ കണ്ടിട്ടുള്ളൂ. ചിലർ ഒരുപാട് സംസാരിക്കുന്നവരായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെയും പ്രകൃതമാണ്. അധികം സംസാരിക്കാത്തവർ ചിലപ്പോൾ അവരുടേതായ കംഫർട്ട് സ്പേസിൽ നന്നായി സംസാരിക്കുന്നവരുമായിരിക്കും. ഞാൻ ഒരുപാട് സംസാരിക്കാൻ കംഫർട്ടബിൾ ആയിരുന്നില്ല. അതിനാൽ ഞങ്ങൾ തമ്മിൽ ആ സമയത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. വർഗം എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവുക. വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന, ഡയലോഗുകളൊക്കെ പെട്ടെന്ന് പഠിക്കുന്ന ആളായിരുന്നു. ഞാനൊക്കെ അതിശയിച്ചിട്ടുണ്ട്. എനിക്ക് ഡയലോഗ് പെട്ടെന്ന് പഠിക്കാൻ സാധിക്കില്ല. വർഗം ചെയ്യുമ്പോൾ ഒരു ഡയലോഗിലെ ഒരു വാക്ക് ഞാൻ മറ്റൊരു വാക്ക് വെച്ച് സ്വിച്ച് ചെയ്തു. അപ്പോൾ എന്നെ കളിയാക്കി. മലയാളം തന്നെ അല്ലേ ഈ പറയുന്നത്, പിന്നെ എന്തിനാ മാറ്റി പറയുന്നതെന്ന് ചോദിച്ചു. അവരൊക്കെ അങ്ങനെയാണ്. നമ്മുടെ വലിയ താരങ്ങളെല്ലാം അങ്ങനെയാണ്. ലാലേട്ടനും മമ്മൂക്കയും ഒക്കെ വളരെ പെട്ടെന്ന് ഡയലോഗുകൾ പഠിക്കുകയും ഒറ്റ ടേക്കിൽ വലിയ ഡയലോഗുകൾ പറയുകയും ചെയ്യുന്നവർ. അവർ അതിനായി ജനിച്ചവരാണ്. മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും സിനിമയിൽ നിന്നും വർഗത്തിലേക്ക് എത്തുമ്പോൾ പൃഥ്വിരാജിൽ ഒരുപാട് മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് അങ്ങനെ മാറാൻ സാധിക്കുന്നത് എന്നറിയില്ല എന്നാണ് സൈനിക്ക് നൽകിയ അഭിമുഖത്തിൽ രേണുക പറഞ്ഞത്.